സ്റ്റേഡിയം അപകടം നമുക്ക് ഓർമ്മയുണ്ട്. ഉമാ തോമസിന് വലിയ തോതിൽ പരിക്കേറ്റ സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പോവുകയാണ്. 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഉമാ തോമസ് GCDAക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, സംഘാടന പിഴവ് എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു തന്നൊരു സംഭവമായിരുന്നു അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. ഉമാ തോമസ് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? മാധു, സ്റ്റേഡിയം അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള നിയമ നടപടിയിലേക്ക് തൃക്കാക്കര MLA ഉമാ തോമസ് കടക്കുകയാണ്. 2 കോടി രൂപ നഷ്ടപരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച വക്കീൽ നോട്ടീസ് ഉമാ തോമസ് GCDAക്ക് കൈമാറിക്കഴിഞ്ഞു. ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുമ്പോൾ പോലും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നൊരു ഉത്തരവാദിത്വം GCDAക്കുണ്ട്. ആ GCDA ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നതാണ് ഈ വക്കീൽ നോട്ടീസിൽ ഉമാ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിനുള്ള മറുപടി GCDA നൽകി കഴിഞ്ഞാൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതാണ് ഉമാ തോമസ് ഉദ്ദേശിക്കുന്നത്. അതായത് നഷ്ടപരിഹാരം നൽകാൻ GCDA തയ്യാറല്ല എങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോവുക, ഹൈക്കോടതിയെ സമീപിച്ച് ആ നഷ്ടപരിഹാരത്തിനുള്ള നിയമപരമായ നടപടികളിലേക്ക് പോവുക എന്നതാണ് ഉമാ തോമസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വം GCDAക്കും ഇതിന്റെ സംഘാടകരായ മൃദംഗ വിഷനുമുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. മൃദംഗ വിഷനിൽ നിന്നാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടതെങ്കിൽ ആ പണം ഈടാക്കി GCDA നൽകണം എന്നതാണ് ഉമാ തോമസിന്റെ ആവശ്യം. എന്തായാലും GCDAയുടെ പ്രതികരണത്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. GCDAയുടെ ഈ കാര്യത്തിൽ എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും അവർ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ളതിനെ എതിർക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെ വന്നാൽ ഹൈക്കോടതിയിലേക്ക് ഉമാ തോമസ് പോവുകയും ചെയ്യും.